അനൂരജ് സൈക്കാട്രിക് കൗൺസിലർ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. നമ്മളുടെ കുട്ടികൾ പലപ്പോഴും വീടുകളിൽ ശാന്തമായിട്ട് ഇരിക്കാറുണ്ട്. പക്ഷേ ചില സമയങ്ങൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അവർ കൂടുതൽ ഒറ്റപ്പെടാൻ തുടങ്ങും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാൻ പോകാതിരിക്കുകയും അതുപോലെ തന്നെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കാൻ മനസ്സില്ലാതിരിക്കുകയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നിനും ശ്രദ്ധ കൊടുക്കാതെ ഒറ്റപ്പെട്ടിരിക്കാൻ ശ്രമിച്ച് കൂടുതൽ മൊബൈൽ ഫോണിലും ഒറ്റയ്ക്കിരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ പലപ്പോഴും നമ്മളുടെ കുട്ടികളുടെ സ്വഭാവം തന്നെയാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. അത് ചിലപ്പോൾ കുട്ടിയുടെ മനസ്സിലെ എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നത്തിന്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഇങ്ങനെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? അത് ചിലപ്പോൾ സ്കൂളിലെ പ്രശ്നങ്ങളായിരിക്കാം, സുഹൃത്തുക്കളുമായിട്ടുള്ള എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ആയിരിക്കാം, അല്ലെങ്കിൽ പഠനത്തിലുള്ള സമ്മർദ്ദം, കൂടുതൽ പ്രതീക്ഷിച്ച പോലെ മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു ഭയം ഉണ്ടാകാം. പിന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണമോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലം ചേഞ്ച് ആകുകയോ, അല്ലെങ്കിൽ സ്വയം വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ട് സാധിക്കത്തില്ല, എനിക്കത് പറ്റത്തില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴൊക്കെ കുട്ടികൾ പലപ്പോഴും ഒരു ഐസൊലേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ പറഞ്ഞറിയിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതിൽ അവര് തനിയെ അറിയാതെ തന്നെ സംഭവിക്കുന്ന ഒരു ചേഞ്ചാണ് ഒറ്റപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലെ വിഷമങ്ങൾ പുറത്തറിയാതെ മനസ്സിൽ തന്നെ ഒതുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ് ശരിക്കും ഒറ്റപ്പെട്ടു ഐസൊലേറ്റഡ് ആയിട്ട് പോയിരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പം മാതാപിതാക്കൾ ഇതിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനായിട്ട് നമ്മൾ അവരുമായിട്ട് കൂടുതൽ സമയം കണ്ടെത്തി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ കൂടുതൽ സമയം കണ്ടെത്തി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുവോ അല്ലെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലായിരിക്കരുത്. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും വിഷമമുണ്ടോ, എന്നോട് തുറന്നു പറയാം എന്നുള്ള രീതിയിൽ ഒരു സുഹൃത്തിനെ പോലെ തുറന്ന് സംസാരിക്കാനായിട്ട് അതിനെ ശ്രമിക്കുക. പിന്നെ കേൾക്കാൻ പഠിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ കുട്ടി സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉടനെ ഉപദേശങ്ങൾ നൽകാതെ അത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിന് ഒരു പരിഹാരം നൽകാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറച്ച് സമയം അവരുമായിട്ട് ചെലവഴിക്കുക. അത് എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം തന്നെയാണ്. കുട്ടികളുമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുക, അതുപോലെ ഒന്ന് കളിക്കുക. ഇപ്പോൾ എൻ്റെ വൈബിനനുസരിച്ച് ചേരുന്ന ഒരാളല്ല അച്ഛനും അമ്മയും എന്നൊക്കെ അവർക്ക് തോന്നിയേക്കാം. അതുപോലെ നമുക്കും തോന്നാം, എനിക്ക് ഇത്രയും പ്രായമായില്ലേ, ഇവൻ്റെ കൂടെ എങ്ങനെ കളിക്കുന്നു. അതിലൊന്നും ഒരു കാര്യമില്ല. കുട്ടികളുമായിട്ട് ഇടയ്ക്ക് കളിക്കുക, അവരുമായിട്ട് സംസാരിക്കുക, ഭക്ഷണം കഴിക്കുക, പുതിയ കാര്യങ്ങളൊക്കെ അവരെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത് കുറ്റപ്പെടുത്താതിരിക്കുക. എന്ത് തെറ്റ് ചെയ്താലും അവർ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആ തെറ്റ് എങ്ങനെ സംഭവിച്ചു, അതെങ്ങനെ തിരുത്താമെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ആവശ്യമാണെങ്കിൽ കുട്ടിയുടെ പെരുമാറ്റത്തിൽ ഒട്ടും അവർ കോപ്പപ്പ് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല, കൂടുതൽ ഒതുങ്ങി പോവുകയാണെങ്കിൽ ഒട്ടും താമസിക്കാതെ തന്നെ ഒരു കൗൺസിലറുടെ സഹായം തേടുക. അപ്പോൾ കുട്ടികൾക്ക് ഒറ്റപ്പെടാൻ തുടങ്ങുന്ന പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അവരുടെ മനസ്സിലെ വികാരങ്ങൾ അവർ തുറന്ന് പറയാനായിട്ട് മടിക്കുന്നത് കൊണ്ട് അവർ ഒറ്റപ്പെട്ടിരിക്കാനായിട്ട് കൂടുതൽ സമയം കണ്ടെത്തും. അപ്പോൾ സ്നേഹവും ശ്രദ്ധയും നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. വേറെ ആരും കൊടുക്കത്തില്ല. ഒരു കുട്ടിയും അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കുട്ടിയും ഒറ്റപ്പെടേണ്ടി വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഫലപ്രദമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.